നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മൂലം നക്ഷത്രത്തെക്കുറിച്ചാണ്. മൂലം നക്ഷത്രത്തിന്റെ ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ചൈനീസ് അസ്ട്രോളജി എന്ന് പറയുന്നത് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള അസ്ട്രോളജിയാണ്. നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തില് 12 രാശികളെ 12 മാസങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നതെങ്കിൽ ചൈനീസ് അസ്ട്രോളജിയില് ഇവയെ 12 വർഷങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മൂലം നക്ഷത്രം അടങ്ങുന്ന രാശി ഈ കുതിര വർഷത്തിൽ, അതായത് ചൈനീസ് വർഷം ഇത് കുതിര വർഷമാണ്, ആ രാശിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നും മൂലം നക്ഷത്രത്തിന്റെ സ്ഥാനം എങ്ങനെയാണെന്നും മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇവിടെ ഫലങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ മൂലം നക്ഷത്രക്കാര് ചൈനീസ് അസ്ട്രോളജി പ്രകാരം ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവരുടെ ഭാഗ്യസംഖ്യ 5 ആണ്. ചൈനീസ് അസ്ട്രോളജിയിലെ, അതായത് ചൈനീസ് ജ്യോതിഷപ്രകാരമുള്ള ഭാഗ്യസംഖ്യയാണ് പറയുന്നത്. ഭാരതീയ ജ്യോതിഷപ്രകാരമുള്ള ഭാഗ്യസംഖ്യ അല്ല. ഈ വർഷം ഇവർക്ക് 5 ആണ് ഇവരുടെ ഭാഗ്യസംഖ്യ വരുന്നത് മൂലം നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഈ ചൈനീസ് അസ്ട്രോളജിയിൽ ലക്കി ബാമ്പുവിനാണ് നമ്മളുടെ ഭാരതീയ ജ്യോതിഷത്തിൽ തുളസിച്ചെടിക്കുള്ള പ്രാധാന്യം പോലെ അവർ നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലക്കി ബാമ്പുവിന്റെ 5 ചെറിയ തണ്ടുകൾ, അതായത് 1 അടി അല്ലെങ്കിൽ 1.5 അടി നീളമുള്ള തണ്ടുകൾ, 1-2 ഇതളോടുകൂടിയുള്ള 5 തണ്ടുകൾ എടുക്കുക. അതിനുശേഷം നീല നിറം ഇവർക്ക് ഈ വർഷം വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നീല റിബൺ കൊണ്ട് ഒന്നിച്ച് ചേർത്ത് കെട്ടുക, ഒരു പിടിയാക്കി കെട്ടുക. അതിനുശേഷം ഇതിലെല്ലാ തണ്ടിലും ഇലകൾ ഉണ്ടാവേണ്ടതാണ്. അതും കരിഞ്ഞ ഇലകളോ വാടിയ ഇലകളോ പാടില്ല. ഇത് ഒരു ബോട്ടിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് ചെറിയ 5 കല്ലിട്ടതിന് ശേഷം കിടപ്പുമുറിയിൽ വെക്കാവുന്നതാണ്. രാവിലെ കണി കാണാൻ പാകത്തിന് വെക്കുന്നത് വളരെ നല്ലതാണ്. ചൈനീസ് അസ്ട്രോളജിയിൽ ഇത് വളരെ ഗുണം ചെയ്യുന്നതായിട്ടാണ് പറയുന്നത് മൂലം നക്ഷത്രക്കാർക്ക്. ഈ തണ്ട് വാടുകയോ ഇല ഉണങ്ങാൻ തുടങ്ങുകയോ ചെയ്താൽ ആ തണ്ട് മാറ്റി മറ്റൊരു തണ്ട് അവിടെ സ്ഥാപിക്കേണ്ടതാണ്. അപ്പോൾ ഈ ചൈനീസ് അസ്ട്രോളജി നോക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ഈ വർഷത്തെ ഫലത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അതിൽ ആത്മനിർവൃതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ കലാകായിക മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. നറുക്കെടുപ്പ്, സമ്മാന പദ്ധതികൾ എന്നിവയിലൊക്കെ വിജയിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. കൂടാതെ വിവാഹഭാഗ്യമൊക്കെ ഈ വർഷം ആദ്യ ഭാഗത്തിൽ വരുന്നുണ്ട്. വിവാഹമാകാതിരുന്നവരൊക്കെ ഒന്ന് വിവാഹത്തിനായിട്ടൊന്ന് പരിശ്രമിക്കുക. ദമ്പതിമാർക്കൊക്കെ ഒരുമിച്ച് താമസിക്കത്തക്കവണ്ണമുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്നവരൊക്കെ അടുക്കുന്നതാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഗഹനമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് തോന്നുകയും അത് അങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആദരവും വിനയവുമുള്ള സമീപനം മൂലം മാർഗതടസ്സങ്ങളൊക്കെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ വർഷം ആദ്യ കാൽഭാഗത്തില്. എന്നിരുന്നാലും നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അന്ധമായിട്ടുള്ള അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. കുടുംബത്തിലൊക്കെ ആഹ്ലാദ അന്തരീക്ഷമൊക്കെ ഉണ്ടാവുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അത് പകർന്നു നൽകാനും ഒക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം അനുഭവഫലം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സുകളിൽ നിന്നെല്ലാം സാമ്പത്തിക നേട്ടമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. വെല്ലുവിളികളെല്ലാം നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഈ ഒരു വർഷത്തിന്റെ കാൽഭാഗം കഴിയുമ്പോഴേക്കും വാക്കും പ്രവൃത്തിയും ഒക്കെ വ്യത്യസ്തമാകാതെ ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ ഭരണ സംവിധാനത്തിലുള്ള ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ മൂലം നക്ഷത്രത്തിലുള്ള സ്ത്രീകള് ഈ ആദ്യ കാൽഭാഗം കഴിയുമ്പോഴത്തേനും ചില കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവധിയെടുത്ത് വിശ്രമമൊക്കെ വേണ്ടി വരുന്നതാണ്. സന്തോഷ വാർത്തകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ലക്ഷ്യബോധവും ഒക്കെ ഉള്ളതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറി സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ തുടങ്ങുകയും അത് വിജയിക്കുകയും ചെയ്യുന്നതാണ്. വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർ ഈ വർഷം പകുതിയാകുമ്പോഴേക്കും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസ്ഥിവാത നീർദോഷങ്ങളൊക്കെ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിത നിലവാരമൊക്കെ പ്രതീക്ഷിച്ചതിലുപരി ഉയർച്ചയിലെത്തുന്നതാണ്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ട് തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ്. ആത്മവിശ്വാസവും കാര്യനിർവഹണ ശേഷിയും ഉത്സാഹവും ഉന്മേഷവും ഒക്കെ
നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാധികാരികളിലെല്ലാം വിജയം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗം ആഗ്രഹിക്കുന്നവരും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വർഷ പകുതിയോടുകൂടി അതിന് സാധ്യത ഒരുങ്ങുന്നതാണ്. ഇതിനായിട്ട് പ്രയത്നിക്കുന്നവർക്ക് എല്ലാവർക്കും വിജയം ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. അതില് ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് കിട്ടാതെ കിടന്നിരുന്ന കടം കൊടുത്ത പണമൊക്കെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതാണ്. മറ്റുള്ള ചിലരുടെ ഉയർച്ചയില് ആത്മാഭിമാനമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിങ്ങൾ കാരണമാണ് ആ ഉയർച്ച ഉണ്ടായത് എന്ന് അറിയുമ്പോഴുള്ള ആത്മാഭിമാനമൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. വാഹനമൊക്കെ മാറ്റി വാങ്ങുന്നതാണ്. വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും എല്ലാം നിങ്ങളുടെ പുതിയ തൊഴിലില് നിങ്ങൾക്ക് വളരെ സഹായകരമായി തീരുന്നതാണ്. ഈ വർഷം നിങ്ങൾക്ക് ഒന്നിലധികം തവണ വിദേശ വാസത്തിനുള്ള യോഗം കാണുന്നുണ്ട്. പല കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. സൽകീർത്തിയൊക്കെ നേടുന്നതാണ്. കലാരംഗത്തുള്ളവർക്കൊക്കെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. അതുപോലെ കായിക രംഗത്തുള്ളവർക്കും നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. എന്നിരുന്നാലും ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ ഒരു അകാല വിയോഗം നിങ്ങളെ ചെറിയ മനോവിഷമത്തിനിടയാക്കുന്നുണ്ട്. ചില രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ സമയം ഭവനഭാഗ്യം ഒക്കെ വന്നു ചേരുന്നുണ്ട്. പുതിയ ഭവനം വാങ്ങി താമസിക്കാനോ അല്ലെങ്കിൽ പുതിയ ഭവനം പണിയുവാനോ ഒക്കെയുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് സന്താനങ്ങൾ ഇല്ലാതിരുന്നവർക്കൊക്കെ സന്താനഭാഗ്യം ഉണ്ടാകുന്ന ഒരു അവസരം കൂടിയാണ്. അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ട ഒരു സമയമാണിത്. ജനോപകാരപ്രദമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് ആശ്വാസത്തിനും മനസ്സംതൃപ്തിക്കുമൊക്കെ വഴിയൊരുക്കുന്നതാണ്. സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങള് വിമർശനങ്ങളെ അതിജീവിക്കാനൊക്കെ നിങ്ങൾക്ക് വഴിയൊരുക്കി തരുന്നതാണ്. സ്വന്തം നിലപാടിൽ നിന്ന് വ്യതിചലിക്കാതെ ഏകാഗ്രതയോടും ദീർഘവീക്ഷണത്തോടും കൂടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയുന്നതാണ്. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ നിങ്ങൾക്ക് ഈ വർഷം അവസാനം നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. ഈ വർഷം ഒന്നിലധികം തവണ നിങ്ങൾക്ക് ജോലി ഭാഗ്യവും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ള ഭാഗ്യവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതില് മൂലം നക്ഷത്രക്കാർക്ക് എടുത്തു പറയേണ്ടത് ഈ വർഷം വളരെ നല്ലതാണ്. നിങ്ങൾ വരുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു വർഷമായിട്ട് നിങ്ങൾക്ക് ഈ 2026 നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ മൂലം നക്ഷത്രക്കാര് വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. എല്ലാം നല്ലതായിട്ട് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.